അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റ് പേപ്പറുകൾ സുപ്രീം കോടതിയിലെത്തിച്ച് എണ്ണുക. ക്രമക്കേട് നടത്തിയ തെരഞ്ഞെടുപ്പ് പരമോന്നത കോടതി തന്നെ റദ്ദാക്കുക. രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് തന്നെ ഒരു കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിന്റെ വിജയിയെ പ്രഖ്യാപിക്കുക. ഇങ്ങനെയൊന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാകുന്നത് തന്നെ അസാധാരണ സംഭവമാണ്. പൊതു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുമ്പോഴാണ് ജനാധിപത്യ വിശ്വാസികളെ ആശങ്കയിലാക്കുന്ന അട്ടിമറികൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആശീർവാദത്തോടെ അരങ്ങേറുന്നത്. ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ജനുവരി 30-നായിരുന്നു മേയർ തെരഞ്ഞെടുപ്പ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നപ്പോൾ 20 പേരുടെ പിന്തുണയുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യ പരീക്ഷണമെന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വിശേഷിപ്പിച്ച തെരഞ്ഞെടുപ്പ്. BJPക്ക് 14 അംഗങ്ങളുണ്ട്. ചണ്ഡീഗഡിലെ BJP MP കിരൺ ഖേർ കോർപ്പറേഷനിലെ നോമിനേറ്റഡ് അംഗമാണ്. ശിരോമണി അകാലിദളിന്റെ ഒരംഗത്തിന്റെയും പിന്തുണ BJPക്കാണ്. അങ്ങനെ 16 പേരാണ് BJPയുടെ അംഗബലം. തിരഞ്ഞെടുപ്പ് നടന്ന് ഫലം വന്നപ്പോൾ BJPയുടെ മനോജ് സോങ്കാറിന് ജയമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചു. BJPക്ക് 16ഉം ഇന്ത്യ സഖ്യത്തിന് 12 വോട്ട്. 20 പേരുടെ പിന്തുണയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ 8 വോട്ട് അസാധുവായെന്ന് ഭരണാധികാരി പ്രഖ്യാപിച്ചു. ഈ വാദം മണിക്കൂറുകൾക്കുള്ളിൽ പൊളിഞ്ഞു. ബാലറ്റ് പേപ്പറുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസി വരയ്ക്കുന്ന ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നു. കള്ളം തെളിവോടെ പൊളിഞ്ഞിട്ടും BJP ന്യായീകരിച്ചു തന്നെയിരുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഹൈക്കോടതിയിൽ എത്തിയെങ്കിലും ആവശ്യം തള്ളുകയായിരുന്നു. ഈ മാസം 5-ന് കേസ് സുപ്രീം കോടതിയിലെത്തി. ജനാധിപത്യത്തിന്റെ കശാപ്പെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ പരാമർശം. പിന്നീട് 3 ആപ്പ് കൗൺസിലർമാരെ ഒപ്പം കൂട്ടി മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും BJPക്ക് വിജയിക്കാനായില്ല. നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പേപ്പറുകൾ തന്നെ കോടതി വീണ്ടും എണ്ണി. AAPയിലെ കുൽദീപ് കുമാർ വിജയിയായി. BJPയുടെ മുഖത്തേറ്റ അടി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് 2 ആഴ്ചയ്ക്കിടെ 2 തവണയാണ് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നത്. ഓപ്പറേഷൻ താമര എന്ന പേരിൽ കർണാടകത്തിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും അരുണാചൽ പ്രദേശിലുമെല്ലാം കുതിരക്കച്ചവടത്തിൽ ഭരണം പിടിച്ച BJP ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് ചണ്ഡീഗഡിലും പരീക്ഷണത്തിനിറങ്ങിയത്. ദിവസങ്ങൾക്ക് മുമ്പ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലെ സുപ്രീം കോടതി വിധിയും ജനാധിപത്യത്തെ ഓർമ്മിപ്പിച്ചായിരുന്നു. പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി സുപ്രീം കോടതി വിധിക്ക് പരോക്ഷ മറുപടി പറഞ്ഞതിന്റെ തൊട്ടുപിറ്റേന്നാണ് ജനാധിപത്യ സംരക്ഷണത്തെക്കുറിച്ച് രാജ്യം ഭരിക്കുന്നവരോട് സുപ്രീം കോടതിക്ക് വീണ്ടും പറയേണ്ടി വന്നത്. ഇതിനാൽ തന്നെയാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്.